കൊച്ചി മെറൈൻ ഡ്രൈവ് കഴിഞ്ഞാണ് സിറ്റി ഹോസ്പിറ്റൽ. സന കാർ ഓടിച്ചുകൊണ്ടിരുന്നു. രേണു ജനൽ വഴി പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് മെറൈൻ ഡ്രൈവിലൂടെ നടന്നു പോകുന്ന ആളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. സന, വണ്ടി നിർത്ത്! പെട്ടെന്നുയർന്നൊരാവേശത്തിൽ രേണു വിളിച്ചു പറഞ്ഞതും സനയുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. രേണു കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്കോടി. മേഡം നിൽക്കൂ! സന നിലവിളിച്ചുകൊണ്ട് രേണുവിന്റെ പിന്നാലെ ഓടി. റോഡ് ക്രോസ് ചെയ്ത് ഓടിയ രേണു അവളുടെ തൊട്ടു മുന്നിലായി കിടന്നിരുന്ന കാറിലേക്ക് കയറാൻ തുടങ്ങിയ ആളെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു, കാർത്തിക്! വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ കാർത്തിക് കാണുന്നത് അവനരികിലേക്ക് ഓടിയെത്തുന്ന രേണുവിനെയാണ്. ഏയ് രേണു, നീ എന്താ ഇവിടെ? കാർത്തിക്കിന്റെ ചോദ്യം കേട്ടെങ്കിലും രേണു അല്പസമയം കിതച്ചുകൊണ്ട് നിന്നു. പിന്നെ മെല്ലെ പറഞ്ഞു, കാർത്തിക്, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. 2 മാസം മുമ്പ് നടന്ന ഐശ്വര്യയുടെ പിറന്നാൾ ഫംഗ്ഷന് നീയും വന്നിരുന്നല്ലേ? യെസ്. അതിനുശേഷം നിനക്കും ഗൗതമിനും ഇടയിൽ സംഭവിച്ചതിനെ പറ്റിയും ഞാൻ കേട്ടു. സത്യത്തിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. നിനക്ക് അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലേക്ക് എത്തിപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഐശ്വര്യയ്ക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല. നിനക്കറിയില്ലേ കാർത്തിക്? എനിക്കറിയാം രേണു. ബട്ട് അന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് ഉണ്ടായിരുന്ന കാരണം ഞാൻ പാർട്ടിയുടെ പകുതിക്ക് വെച്ച് തന്നെ മടങ്ങിപ്പോയി. അതുകൊണ്ട് രാത്രി എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അത് കേട്ടപ്പോൾ രേണുവിന്റെ മുഖം വാടി. കാർത്തിക്കിന്റെ കയ്യിൽ നിന്ന് അന്ന് സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പ്രതീക്ഷിച്ച അവൾക്ക് നിരാശ മാത്രമായിരുന്നു ഫലം. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ആ നശിച്ച ദിവസം വീണ്ടും തെളിഞ്ഞു. കൈകൾ കൊണ്ട് തലയുടെ ഇരുവശവും പൊത്തിപ്പിടിച്ച് ഐശ്വര്യ മുറിയിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. തലയിൽ പാറക്കല്ലുകൊണ്ട് ആരോ അടിച്ചതുപോലെ. പാർട്ടിയെല്ലാം കഴിഞ്ഞോ? ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? എല്ലാവരും എവിടെ പോയി? ഗൗതം! അവൾ എഴുന്നേറ്റ് അവിടെ മാകെ തിരഞ്ഞു. മെല്ലെ ഐഷു മുറിക്ക് പുറത്തേക്കിറങ്ങി. കോറിഡോർ ശൂന്യമായിരുന്നു. മൊത്തത്തിൽ ഒരു പരിഭ്രമം അവളെ പൊതിഞ്ഞു. ഷിറ്റ്, ആരെയും കാണുന്നില്ലല്ലോ. ഓരോരോ മുറികളായി നോക്കി അവൾ വേച്ചു മുന്നോട്ട് നടന്നു. ഓ, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പാവ രേണുവിന്റെ അവസ്ഥ എന്തായിരിക്കും? അവൾ ചിന്തിച്ചു. അപ്പോഴാണ് മുന്നിലെ മുറിയിൽ നിന്നും ഗൗതത്തിന്റെ ശബ്ദം അവളുടെ കാതിൽ വീഴുന്നത്. ആരെയോ ചീത്ത വിളിക്കുന്നത് പോലെ. ഗൗതം! അവൾ വിളിച്ചു നോക്കിയെങ്കിലും അത് അവൻ കേട്ടു എന്ന് തോന്നുന്നില്ല. അവൾ ഒന്നുകൂടി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അതേ മുറിയിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം ഉയർന്നത്. അവളുടെ മനസ്സിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഭയം വന്നു നിറഞ്ഞതും ശബ്ദമുണ്ടാക്കാതെ അവൾ ഒച്ച കേട്ട മുറിയുടെ വാതിൽ പതിയെ തുറന്നു. മുന്നിൽ കണ്ട കാഴ്ചയിൽ ഐശ്വര്യ തളർന്നുപോയി. പൂർണ്ണ നഗ്നരായി രേണുവും ഗൗതമും ഒരേ കട്ടിലിൽ ഇരിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് ഇതെല്ലാം നടന്നത്? ഒരു ബ്ലാങ്കറ്റ് വാരിപ്പുതച്ച് ചുരുണ്ടുകൂടിയിരിക്കുന്ന രേണു ഗൗതത്തിനോടായി ചോദിക്കുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്ന ഐഷുവിനെ കണ്ടതും രേണുവും ഗൗതമും ഒരുപോലെ ഞെട്ടി. യു ചീറ്റ്! നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നി ഗൗതം? എത്രമാത്രം വിശ്വാസത്തോടെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനായിട്ട് ഒഴിവായി തരുമായിരുന്നില്ലേ? എന്നെങ്ങനെ ചതിച്ചല്ലോ ഗൗതം! തകർന്ന മനസ്സോടെ ഐഷു ചോദിച്ചു. നീ വിചാരിക്കുന്ന പോലെ അല്ല ഐഷു. അവന് വാക്കുകൾ മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല. വേണ്ട ഗൗതം, ന്യായീകരിച്ച് ബുദ്ധിമുട്ടണ്ട. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഐഷു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. ഗൗതം ഓടി വന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഡോണ്ട് ടച്ച് മീ! ഇനി ഒരിക്കലും നിങ്ങൾ രണ്ടുപേരെയും എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നിലത്തു നിന്നും എഴുന്നേറ്റ് അവൾ കരഞ്ഞുകൊണ്ട് തന്നെ മുറിയിൽ നിന്നും പുറത്തേക്കോടി. ഇനി ഒരിക്കലും ഗൗതമോ ഐഷുവോ തന്റെ മുന്നിൽ പോലും വരില്ല എന്നു കരുതി ഉൾവലിഞ്ഞ് കരഞ്ഞു തളർന്നിരുന്ന രേണുവിനെ തേടിയെത്തിയത് മറ്റാരുമായിരുന്നില്ല, ഗൗതത്തിന്റെ അമ്മ കൽപ്പനയായിരുന്നു. നടന്നത് നടന്നു.
ഇനി അതിന്റെ പേരിൽ ഒരു ചീത്തപ്പേരും പുലിവാലും ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി ഗൗതം നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഒടുവിൽ അധികം ആളും ആരവങ്ങളും ഒന്നുമില്ലാതെ ഗൗതം അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അത്യാവശ്യം വേണ്ട ചെക്കപ്പും കഴിഞ്ഞ് മരുന്നുകളും വാങ്ങി തിരികെ പോരുന്ന വഴിയിൽ അവൾ മെറൈൻ ഡ്രൈവിൽ ഒന്നിറങ്ങി. വെറുതെ സനയോടൊപ്പം കുറച്ചു ദൂരം നടന്നു. നേരിയ ക്ഷീണം തോന്നിയപ്പോൾ അടുത്തു കണ്ട ബെഞ്ചിൽ അവരിരുന്നു. എന്നെ ഇവിടെ വിട്ടിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോ സന. മാഡം, നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോയാ ഗൗതം സാർ എന്നെ ചീത്ത പറയില്ലേ? ആരും നിന്നെ ചീത്ത പറയില്ല. ആർക്കും എന്നെ വേണ്ട. അവൾ വേദനയോടെ സനയെ നോക്കി ചിരിച്ചു കാണിച്ചു. പക്ഷേ സന അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. രാത്രിയായി. രേണു മുകളിലെ മുറിയിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി. തറയിൽ പായ വിരിച്ചാണ് അവൾ കിടക്കുന്നത്. രാവിലെ മുതലുള്ള പട്ടിണിയും ഹോസ്പിറ്റലിൽ പോയതിന്റെ ക്ഷീണവും എല്ലാം കൂടിയായപ്പോൾ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയി. ഗൗതം വന്നപ്പോൾ ഒരുപാട് രാത്രിയായിരുന്നു. വന്നപാടെ വസ്ത്രങ്ങൾ മാറി അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ഒന്ന് കുളിച്ച് ഒരു ടവൽ മാത്രം ഉടുത്തുകൊണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് അവൻ രേണു കിടന്നുറങ്ങുന്നത് കണ്ടത്. സുഖമായി ഉറങ്ങുന്ന രേണുവിനെ കണ്ടതും അവൻ മ്യൂസിക് ബോക്സിൽ ഉറക്കെ പാട്ടുവെച്ചു. കാത് പൊട്ടുന്ന ശബ്ദം കേട്ട് രേണു ഞെട്ടി എഴുന്നേറ്റു. അത് കണ്ടപ്പോൾ ക്രൂരമായൊരു സന്തോഷം അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. എന്റെ ജീവിതം തൊലച്ചിട്ട് തമ്പുരാട്ടി ഇവിടെ പള്ളി ഉറക്കത്തില്ല. അവൻ പിറുപിറുത്തുകൊണ്ട് കബോർഡിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തു. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. ഹേയ്, എഴുന്നേറ്റാ, ഇവിടെ വാ. ഞാനോ? മടിയോടെ അവൾ ചോദിച്ചു. ഈ മുറിയിൽ ഞാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നിന്നെ തന്നെ ആയിരിക്കല്ലോ വിളിച്ചത്. ഒരുപാട് ചോദ്യമൊന്നും വേണ്ട, മര്യാദയ്ക്ക് എഴുന്നേറ്റ് വാ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്ന് തല കുനിച്ചു നിന്നു. ഈ ഷർട്ട് എന്നെ ഒന്ന് ഇടിച്ചേ. അവൻ പറഞ്ഞത് കേട്ട് അവൾ വിശ്വാസം വരാത്തതുപോലെ ഒന്ന് മടിച്ചു നിന്നു. ഞാനെങ്ങനെയാ? അവൾ വിക്കി വിക്കി ചോദിച്ചു. അയ്യോ, ഒന്നും അറിഞ്ഞൂടാത്ത പച്ച പാവം. അന്ന് രാത്രി നീ എങ്ങനെയാ എൻ്റെ ഷർട്ട് ഊരിയത്? അതുപോലെ അങ്ങ് ഇട്ടാ മതി. രേണു മറുപടി ഒന്നും പറഞ്ഞില്ല. താൻ എന്തെങ്കിലും പറഞ്ഞാൽ ഗൗതം വീണ്ടും വാക്കുകൾ കൊണ്ട് തന്നെ കുത്തി നോവിക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഒന്നും പറയാതെ അവൾ ഷർട്ട് വാങ്ങി അവൻ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. ഒരു കൈ ഇട്ടതിനു ശേഷം അടുത്ത കൈയിലേക്ക് ഷർട്ട് ഇടാൻ കൊണ്ടുപോകുമ്പോൾ അറിയാതെ അവളുടെ വിരൽ അവന്റെ ദേഹത്ത് കൊണ്ടു. ആ സ്പർശത്തിൽ എന്തോ ഒരു വികാരം അവനുള്ളിൽ തോന്നി. കൈയിടാനായി അവന്റെ കൈ പിന്നിലേക്ക് വലിച്ചപ്പോൾ ഷോൾഡർ നന്നായി വേദനിച്ചു. എന്താടി കാണിച്ചത്? കൈ ഉളുക്കിയെന്ന് തോന്നിയപ്പോൾ അവൻ അവളുടെ കരണമടച്ച് ഒന്ന് കൊടുത്തു. അപ്രതീക്ഷിതമായ ആ അടിയിൽ രേണു കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. അവൻ ഷർട്ടഴിച്ച് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രേണു ആ ഷർട്ടിൽ മുഖം പൊത്തിക്കരഞ്ഞു. എന്നോട് എന്തിനാ ഇത്രയും ക്രൂരത കാണിക്കുന്നത് ഗൗതം? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, എനിക്കും വേദനയുണ്ട്. പണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഐശ്വര്യയും നീയും തമ്മിൽ പ്രേമത്തിലായ അന്ന് തൊട്ട് ഞാൻ നിന്നെ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല. ഞാൻ ഒരിക്കലും നിന്റെ ഭാര്യയാവാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഇതെല്ലാം സഹിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഞാൻ ഈ വീട് വിട്ടു പോയേനെ. മുറിയിൽ നിന്നിറങ്ങിപ്പോയി ഗൗതം ബാൽക്കണിയിലെ ചെയറിൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. അവന്റെ മനസ്സ് ഒരാശയക്കുഴപ്പത്തിൽപ്പെട്ടിരുന്നു. രേണുവിന്റെ വിരൽ തന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ ഉണ്ടായ വികാരം എന്തുകൊണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സ്വന്തം ജീവിതം തകർത്തവളാണവൾ. ഒരിക്കലും അവളോട് മനസ്സിൽ പോലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചപ്പോഴുണ്ടായ കുറ്റബോധം, അതിൻ്റെ ഉത്തരവും അവന് കണ്ടെത്താനായില്ല. പക്ഷെ ഒന്നു മാത്രം അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു. രേണുവിനായി ഗൗതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്ന്.